ക്യാമ്പസ് രാഷ്ട്രീയം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ക്യാമ്പസ് രാഷ്ട്രീയം അനിവാര്യമാണ്. ക്യാമ്പസിൽ നിന്ന് തന്നെ തുടങ്ങണം രാഷ്ട്രീയ ബോധം. നമ്മൾക്ക് മക്കളൊക്കെയാണ് അത് അടിപിടി ഉണ്ടായി കഴിഞ്ഞാൽ ഏതെങ്കിലും പിള്ളേർ മരിക്കാനും സാധ്യതയുണ്ട്. കലേനെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കുക പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. നമസ്കാരം. ദിനം തോറും ഇപ്പോൾ കേരളത്തിൽ കലാലയ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാനത്തെ ഇരയാണ് കഴിഞ്ഞ ദിവസം വയനാട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥ്. ഈ ഒരു സംഭവത്തിന്റെ കൂടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ കലാലയങ്ങളിൽ രാഷ്ട്രീയം അനിവാര്യമാണോ അല്ലയോ എന്നുള്ള വിഷയത്തെപ്പറ്റി നമുക്ക് ജനങ്ങളോട് തന്നെ അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു നോക്കാം. അതായത് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ കലാലയ രാഷ്ട്രീയം അനിവാര്യമാണോ അല്ലയോ? ക്യാമ്പസ് രാഷ്ട്രീയം അനിവാര്യമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഇന്ത്യക്ക് രാഷ്ട്രീയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്യാമ്പസിൽ നിന്ന് തന്നെ തുടങ്ങണം രാഷ്ട്രീയ ബോധം. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ ബോധം ഇല്ല. അതെൻ്റെ ഒരു കുറവായിട്ട് ഞാൻ കാണുന്ന ആളാണ്. അപ്പോൾ രാഷ്ട്രീയ ബോധം വേണമെങ്കിൽ അത് ക്യാമ്പസിൽ നിന്ന് തുടങ്ങണം. പക്ഷേ ആ രാഷ്ട്രീയത്തിനൊരു പരിധി വേണം. നമ്മുടെ മാനേജ്മെൻറ്റുകൾ നോക്കേണ്ട കാര്യമാണ് കോളേജിൻ്റെ. പക്ഷെ അവരും രാഷ്ട്രീയക്കാരെ പിടിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. രാഷ്ട്രീയം അനിവാര്യമാണ്. പക്ഷെ ആ രാഷ്ട്രീയത്തിൻ്റെ അതിര് തീരുമാനിക്കാൻ ആളുണ്ടാവണം. അത്രേ ഉള്ളൂ. രാഷ്ട്രീയം അനിവാര്യമാണ് ആവശ്യത്തിന്. കേരളത്തിലെ കലാലയങ്ങളിൽ സ്റ്റുഡൻസിന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് കലാലയത്തിൽ ഇതുണ്ടായിരുന്നതാണ്, ഈ രാഷ്ട്രീയം ഉണ്ടായിരുന്നതാണ്. അന്നത്തെ പോലെ തല്ലുപിടുത്തങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അത് കൂടുതലാണ്. ആകുന്ന ഒരു സാഹചര്യത്തിൽ മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യമല്ലേ? അത്തരത്തിലുള്ള പൊളിറ്റിക്സ് ഒരാളുടെ കൊലപാതകത്തിലേക്ക് വരെ നയിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് മോശമല്ലേ? അത് ശരിയാണ്, സത്യമായ കാര്യമാണ്. അപ്പോൾ വേണമെന്നാണോ വേണ്ടെന്നാണോ ചേട്ടൻ്റെ? നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ വേണം, മോശമായ രീതിയിലാണെങ്കിൽ വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ വേണ്ടെന്നുള്ളത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? രാഷ്ട്രീയം ഉണ്ടെങ്കിൽ എങ്ങനെയാലും അടിപൊളിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത്. നമ്മൾക്ക് മക്കളൊക്കെയാണ് അത് അടിപിടി ഉണ്ടായി കഴിഞ്ഞാൽ ഏതെങ്കിലും പിള്ളേർ മരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വേണ്ടെന്നുള്ള ഇത് പറയണത്. ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ വയനാട് വെറ്റിനറി സർവകലാശാലയിലൊരു ഉണ്ടത് ടി വിയിൽ എപ്പോഴും കാണാറ്, എപ്പോഴും ഭയങ്കര സങ്കടമാണ്. അത് എന്താണ് കറക്റ്റായിട്ടുള്ള ഇത് എനിക്കറിയില്ല. 5-6 പിള്ളേർ കൂടി അടിച്ചെന്നാലും അറിയും. അപ്പോൾ ചേട്ടൻ പറയുന്നത് അതായത് ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നിരോധിക്കണം എന്നാണോ? അതെ, അത് നിരോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പഠനത്തിൽ രാഷ്ട്രീയം ഉൾപ്പെടുത്തേണ്ട. അതെ, അത്രേ ഉള്ളൂ. ക്യാമ്പസ് രാഷ്ട്രീയം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതെന്തുകൊണ്ട് ആവശ്യമില്ല എന്ന് പറയുന്നത്? ഇതൊക്കെ തന്നെയല്ലേ നടക്കേണ്ട സംഭവം. അല്ല, പൊതുവെ ഇപ്പോൾ വിദ്യാർത്ഥികളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ക്യാമ്പസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയങ്ങളൊക്കെ ആവശ്യമായി വരുമെന്നുള്ള കാര്യം. പക്ഷേ അതിന് പിന്നാലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വേണമെന്നാണോ വേണ്ടെന്നാണോ തോന്നുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം വേണ്ട എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ കല തന്നെ ഇല്ലാതാക്കുന്ന, കലേനെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കുക പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. അത് നമ്മുടെ ചെറുപ്പക്കാരുടെ കലയെ തന്നെ എന്താ പറയുക താഴ്ത്തിക്കെട്ടുന്ന ഒരു രീതിയിലേക്ക് പോകും. അവരുടെ മുരടിപ്പിക്കും, വാത്സല്യം അല്ലാതാക്കും. ഇപ്പോൾ പണ്ടത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയം അധികം തരക്കേടില്ലാത്ത രീതിയിൽ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് അതിര് കടന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിര് കടന്നിട്ടുണ്ട്. ഇതപ്പോൾ ഈ ഇടയ്ക്ക് കൂടെ നമ്മൾ കണ്ടില്ലേ, ഒരു കുട്ടീനെ ആൾക്കൂട്ടം കൊല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ വളരെ മോശം തന്നെയാണ്. കോളേജിലൊന്നും അത് പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിരോധിക്കണം എന്നാണ് ചേട്ടൻ? നിരോധിക്കല്ല, അത് ഓവറാകുന്നുണ്ട് കുറച്ച്. നിരോധിക്കാൻ പാടില്ല, എല്ലാം മനസ്സിൽ അല്പമൊക്കെ വേണം. പക്ഷേ അത് തന്നെയാണ് ഞങ്ങളിതിൻ്റെ ആളുകൾ തന്നെയാണെന്ന് ഇവിടെ എഴുതി നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. പരിധി വെച്ചുകൊണ്ടുള്ള ക്യാമ്പസ് രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. ഇവരുടെയൊന്നും വാക്കുകൾ അധികാരികളോ കോടതിയോ കാണാതെ പോകരുത്. ഇനിയൊരു സിദ്ധാർത്ഥ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ക്യാമറാമാൻ ഷാൻ ഇളമ്പലിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, മലയാളി വാർത്ത.